ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കോപ്പറേറ്റീവ് ട്യൂട്ടർ. കുറേ നാളുകൾക്ക് ശേഷമായിട്ടാണ് ഞങ്ങൾ ഒരു കണ്ടൻറ് വീഡിയോയുമായി ഈ ചാനലിൽ എത്തുന്നത്. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, ഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്ന തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിരുന്നു. അതിനുവേണ്ടി എല്ലാവരും ഇപ്പോൾ മുതൽ തന്നെ തീവ്രമായ പരിശീലനം തുടങ്ങേണ്ടതാണ്. പക്ഷേ അതിൽ ചെറിയൊരു തെറ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാവരും കോർപ്പറേഷനും ബാങ്കിങ്ങും ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ IT ആൻഡ് സൈബർ ലോ മാത്രം മാറ്റി നിർത്തുന്നു. IT ആൻഡ് സൈബർ ലോയിൽ നിന്ന് ആ ഒരു 10 മാർക്കിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി കരസ്ഥമാക്കാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി IT ആൻഡ് സൈബർ ലോയ്ക്ക് മറ്റു വിഷയങ്ങൾ പോലെ തന്നെ ഇമ്പോർട്ടൻസ് നൽകേണ്ടതാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. ഞങ്ങളുടെ ചാനലിലുള്ള ഓരോ കുട്ടിയും IT ആൻഡ് സൈബർ ലോയിൽ ഫുൾ മാർക്ക് ലഭിക്കുന്ന രീതിയിലായിരിക്കും ഈ വീഡിയോ. അപ്പോൾ ആദ്യമായി IT ആൻഡ് സൈബർ ലോയിൽ ഞങ്ങൾ തുടങ്ങുന്നത് കമ്പ്യൂട്ടർ എന്ന ഭാഗത്തെ പറ്റിയാണ്. അപ്പോൾ കമ്പ്യൂട്ടറിനെ കുറിച്ച് ഫുൾ ഡെഫിനിഷൻ അടക്കം ഞങ്ങൾ പഠിപ്പിക്കുന്നതാണ്. ആദ്യമായി കമ്പ്യൂട്ടറിനെ പറ്റി ആദ്യമായൊരു ഡെഫിനിഷനാണ്. കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് റിസീവ്സ് ഡേറ്റ ആൻഡ് പ്രോസസ് ഇറ്റ് ആൻഡ് ഗീവ്സ് മീനിങ് ഇൻഫർമേഷൻ. കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റിയുടെ സഹായത്താൽ വർക്ക് ചെയ്യുന്ന ഒരു ഡേറ്റ അതിന് ലഭിച്ചിട്ട് അത് പ്രോസസ്സ് ചെയ്ത് അതിൽ നിന്നുള്ള മീനിങ് ഇൻഫർമേഷൻസ്, അതിൽ നിന്ന് അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ഔട്ട്പുട്ടായി നൽകുന്നൊരു ഡിവൈസാണ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ അകത്ത് സ്റ്റോർഡ് ആയിട്ടുള്ളൊരു ഡേറ്റയിൽ നിന്ന് ഇൻഫർമേഷൻ പുറത്തെടുത്ത് അത് പ്രോസസ്സ് ചെയ്ത് അതിൽ നിന്നുള്ള മീനിങ് ഇൻഫർമേഷൻ നൽകുന്ന ഡിവൈസാണ് കമ്പ്യൂട്ടർ. അപ്പോൾ കമ്പ്യൂട്ടർ എന്നൊരു വേർഡ് ഒറിജിൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഉത്ഭവിച്ചിരിക്കുന്നത് ലാറ്റിൻ വേർഡായ കമ്പ്യൂട്ടസ് ആൻഡ് കമ്പ്യൂട്ടറെ എന്ന വേർഡിൽ നിന്നാണ് ഈ കമ്പ്യൂട്ടർ എന്ന വേർഡ് ഉത്ഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർത്തു വെക്കേണ്ട ഒരു സംഭവമാണ് ലാറ്റിൻ വേർഡ് എന്ന് വെച്ചാൽ ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഈ കമ്പ്യൂട്ടർ എന്ന വാക്ക് ഉത്ഭവിച്ചത്. അത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചിരിക്കേണ്ട ഒരു സംഭവമാണ്. അടുത്തതായി പറയുന്നത് കളക്ഷൻ ഓഫ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആർ കോൾഡ് ഡേറ്റ. ഈ കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ തരുന്നത് കമ്പ്യൂട്ടറിന് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചാണ്. അപ്പോൾ കമ്പ്യൂട്ടറിന് ലഭിക്കുന്ന ഇതിന് പറയുന്നതാണ് ഡേറ്റ. അപ്പം കമ്പ്യൂട്ടറിന് ഇപ്പം നമുക്കൊരു ഡേറ്റ എക്സാമ്പിളായിട്ട് പറയുവാണ് GIS. GIS എന്ന് വെച്ചാൽ എല്ലാവരും പഠിച്ച പോലെ തന്നെ അതിന് ലഭ്യമായ ഈ മാപ്പിങ്ങിൻ്റെ ബേസിലായിട്ട് അതിനെ പ്രോസസ്സ് ചെയ്താണ് ഈ ഡേറ്റ നമുക്കിപ്പം ബഫറിങ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഓവർലേ ചെയ്യണമെങ്കിലോ എല്ലാം ഈ GISൽ ലഭിക്കുന്ന മാപ്പ് ഡേറ്റ അനുസരിച്ചാണ് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നത്. അതാണ് ഈ ഡേറ്റ. അപ്പോൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന ഫയലിനെ നമ്മൾ ഡേറ്റ എന്ന് പറയും. ഈ പ്രോസസ്സ് ചെയ്ത ഡേറ്റ നമ്മൾ ഈ മാപ്പിൻ്റെ ഫയൽസ് ഇൻപുട്ട് ചെയ്തു. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ബഫറിങ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ബഫറിങ് 30 മീറ്റർ റേഡിയസ് കൊടുത്തു. ഈ റേഡിയസിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളോട് ഒരു വീടിൻ്റെ ബഫറിങ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ആ 30 മീറ്റർ റേഡിയസിലുള്ള എല്ലാ വീടുകളുടെ ലാസ്റ്റിലൊരു ഡേറ്റ കിട്ടുന്നതാണ് ഇൻഫർമേഷനകത്ത് മീനിങ് ആയിട്ടുള്ള മെസ്സേജസ് ആണ് ഉള്ളത്. അതിനകത്ത് മീനിങ് ആയിട്ടുള്ള ഡേറ്റാസ്, ആ ഡേറ്റയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുള്ള മീനിങ് ആയിട്ടുള്ള മെസ്സേജസ് ആണ് ഉള്ളത്. ഈ കമ്പ്യൂട്ടർ ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സിൻ്റെ പേരാണ് പ്രോസസ്സിങ്. ഈ ഡേറ്റ ഫുള്ളായിട്ട് അനലൈസ് ചെയ്ത് അതിൽ നിന്നുള്ള വിവരങ്ങൾ എടുക്കുന്നതിനാണ് പ്രോസസ്സിങ് എന്ന് പറയുന്നത്. അപ്പം എ പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ ഈസ് കോൾഡ് പ്രോസസ്. ഈ പ്രോഗ്രാമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോസസ്. അതുപോലെ തന്നെ ഈ ഡേറ്റ എന്ന വേർഡും ലാറ്റിൻ വേർഡിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. ഈ കമ്പ്യൂട്ടർ എന്ന വേർഡും ഡേറ്റ എന്ന വേർഡും ലാറ്റിൻ വേർഡായിട്ടുള്ള ഡേറ്റം എന്ന വേർഡിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. അപ്പം കമ്പ്യൂട്ടറും ഡേറ്റയും ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കമ്പ്യൂട്ടറിന് ഒരു സെറ്റ് ഓഫ് ഡേറ്റ കൊടുക്കുകയാണെങ്കിൽ ഇതിനെ ഈ സെറ്റ് ഓഫ് ഡേറ്റ നമ്മളൊരു 2-3 ഡേറ്റ സെറ്റ് ഓഫ് ആക്ഷൻസ് 2-3 ഡേറ്റ കൊടുത്തിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യുന്നതിനാണ് ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിന് ഡേറ്റ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ആദ്യകാല കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്തിരുന്നതാണ് വാക്യൂം ട്യൂബ്സ്. അപ്പോൾ വാക്യൂം ട്യൂബ്സ് ഇൻവെൻറ്റ് ചെയ്തത് ജോൺ ഫ്ലെമിംഗ് ആണ്. ഈ പേര് ഓർത്തു വെക്കണം, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മാർക്കുകൾ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വാക്യൂം ട്യൂബ് ഇൻവെൻറ്റ് ചെയ്തത് ജോൺ എ ഫ്ലെമിംഗ് ആണ്. വാക്യൂം ട്യൂബ്സിൻ്റെ ചെറിയൊരു ചിത്രം ഇവിടെ ആയിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്തൊന്ന് പഠിക്കാവുന്നതാണ്. അപ്പോൾ കമ്പ്യൂട്ടറിന് 5 ജനറേഷനായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾസ് അടക്കം നിങ്ങൾ പഠിക്കേണ്ടതാണ്. ആദ്യമായിട്ടുള്ളത് ഫസ്റ്റ് ജനറേഷൻ്റെ
ടൈമാണ് 1949-55. 1949 മുതൽ 1955 വരെയാണ് ഫസ്റ്റ് ജനറേഷൻ്റെ കാലഘട്ടം. അതിനായിട്ടുള്ള എക്സാമ്പിൾസ് ആണ് യൂണിവാക്, എഡ്വാക്, എഡ്സാക്, ഇനിയാക്. അപ്പോൾ ഇത്രയാണ് എക്സാമ്പിൾസ്. അപ്പോൾ അതിൻ്റെ സ്വിച്ചിങ് ഡിവൈസസ് എന്ന് വെച്ചാൽ പ്രോസസ്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് എന്ന് വെച്ചാൽ വാക്യൂം ട്യൂബ്സ് ആയിരുന്നു. ഫസ്റ്റ് ജനറേഷനിൽ യൂസ് ചെയ്തിരുന്നത് വാക്യൂം ട്യൂബ്സ് ആണ്. ഫസ്റ്റ് ജനറേഷനിലെ ഇയർ ഓഫ് പീരീഡ് 1949-55. സെക്കൻഡ് ജനറേഷനായിട്ട് വരുന്നത് 1956-65. 1956 മുതൽ 65 വരെയാണ് സെക്കൻഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്നറിയപ്പെടുന്നത്. അതിനായി കുറേ എക്സാമ്പിൾസ് ഉണ്ട്. IBM 7000, NCR 304, IBM 650, IBM 1401. ഈ കുറച്ച് എക്സാമ്പിൾസ് പഠിച്ചു വെക്കണം. അതിനായിട്ട് യൂസ് ചെയ്യുന്ന സ്വിച്ചിങ് ഡിവൈസസ് ആണ് ട്രാൻസിസ്റ്റേഴ്സ്. അപ്പം ആദ്യകാലത്ത് വാക്യൂം ട്യൂബ്സ് ആയിരുന്നു ഫസ്റ്റ് ജനറേഷനിൽ. സെക്കൻഡ് ജനറേഷനിൽ ട്രാൻസിസ്റ്റേഴ്സ് ആണ്. തേർഡ് ജനറേഷനായി വന്നത് 1966 മുതൽ 75 വരെയാണ്. അതിനകത്ത് യൂസ് ചെയ്തിരുന്ന സ്വിച്ചിങ് ഡിവൈസ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് എക്സാമ്പിൾസ്: ഹണിവെൽ 6000 സീരീസ്, IBM 370, അല്ലെങ്കിൽ IBM 168, TDC 360. ഇതാണ് തേർഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിൻ്റെ എക്സാമ്പിൾസ്. അപ്പം വർഷം ഓർത്ത് വെക്കുക, 1966 മുതൽ 75 വരെയാണ്. ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ് അതിൻ്റെ സ്വിച്ചിങ് ഡിവൈസസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോർത്ത് ജനറേഷൻ, അപ്പോൾ ഈ ലേറ്റസ്റ്റ് ജനറേഷനിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫോർത്ത് ജനറേഷനായിട്ട് ഇയർ ആയിട്ട് കണക്കപ്പെടുന്നത് 1975 മുതൽ 86 വരെയാണ്. അപ്പോൾ ഫോർത്ത് ജനറേഷൻ, നാലാമത്തെ ജനറേഷനാണ് കമ്പ്യൂട്ടേഴ്സിൻ്റെ. അതിൻ്റെ വർഷം 1975 മുതൽ 86 വരെ കാലഘട്ടത്തിലാണ് ഫോർത്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ അതിനുവേണ്ടി എക്സാമ്പിൾസ് ആയിട്ടായിട്ട് DEC 10, Star 1000, Cray 1, Cray XMP എന്നീ കമ്പ്യൂട്ടേഴ്സാണ് ഫോർത്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിന് എക്സാമ്പിളായിട്ടുള്ളത്. അതിൻ്റെ സ്വിച്ചിങ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് VLSI മൈക്രോ പ്രൊസസ്സേഴ്സ് ആണ്. ഈ ഒരു കാലഘട്ടം മുതൽ മൈക്രോ പ്രൊസസ്സേഴ്സ് ഇൻവെൻ്റ് ആവുകയും ഫോർത്ത് ജനറേഷൻ മുതൽ അത് പ്രാബല്യത്തിൽ വരികയാണ് ചെയ്തത്. അപ്പോൾ ട്രാൻസിസ്റ്റേഴ്സിന് വാക്യൂം ട്യൂബ്സ് ട്രാൻസിസ്റ്റർ ആവുകയും ട്രാൻസിസ്റ്റർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആവുകയും ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് VLSI മൈക്രോ പ്രൊസസ്സറായി മാറുകയും ചെയ്യുവാണ്. ഫിഫ്ത്ത് ജനറേഷനാണ് കമ്പ്യൂട്ടറിൻ്റെ ഇപ്പോൾ നമ്മളിപ്പോൾ കറൻ്റ്ലി ഉള്ള ജനറേഷനാണ് ഫിഫ്ത്ത് ജനറേഷൻ. അപ്പോൾ 1986 മുതൽ കറൻറ്റ് ഏജ് വരെയാണ് കമ്പ്യൂട്ടറിൻ്റെ ഫിഫ്ത്ത് ജനറേഷനായിട്ട് അറിയപ്പെടുന്നത്. അതിനകത്തും മൈക്രോ പ്രൊസസ്സർ തന്നെയാണ്, ബട്ട് ULSI മൈക്രോ പ്രൊസസ്സറാണ് അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ എക്സാമ്പിൾസും ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ, ഫിഫ്ത്ത് ജനറേഷൻ, ഇത്രയും ജനറേഷൻ്റെ എക്സാമ്പിൾസും ഇയറും സ്വിച്ചിങ് ഡിവൈസസും എല്ലാം ഒന്ന് നോക്കിയിട്ട് പോവുക. അപ്പോൾ ഇത് ഓർത്തു വെക്കുക. വാക്യൂം ട്യൂബ്സ് ഫസ്റ്റ് ജനറേഷനിൽ യൂസ് ചെയ്യുന്ന സ്വിച്ചിങ് ഡിവൈസ് ആണ് വാക്യൂം ട്യൂബ്. അത് ഇൻവെൻറ്റ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ജോൺ എ ഫ്ലെമിംഗ് ആണ്. അപ്പം വാക്യൂം ട്യൂബ് ഇൻവെൻറ്റ് ചെയ്തത് ജോൺ എ ഫ്ലെമിംഗ്. കമ്പ്യൂട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് താഴെയായി കൊടുത്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. ആക്യുറസി, സ്പീഡ്, പെഴ്സാലിറ്റി, സ്റ്റോറേജ് കപ്പാസിറ്റി, ഓട്ടോമേഷൻ, ഡിലിജൻസ്, റിലയബിലിറ്റി. ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയാൽ മതി. അടുത്തതായി വരുന്നത് ഈ കമ്പ്യൂട്ടർ ഉത്ഭവിക്കുന്നതിന് മുമ്പേ ഉള്ളതാണ് അബാക്കസ്. ഈ കമ്പ്യൂട്ടർ ആദ്യമായി നിർമ്മിച്ചത് കാൽക്കുലേഷൻസിന് വേണ്ടിയാണ്. അപ്പം കാൽക്കുലേഷൻസിന് വേണ്ടി ഫസ്റ്റ് മെഷീൻ്റെ പേരാണ് അബാക്കസ്. അപ്പം അബാക്കസിൻ്റെ ചെറിയൊരു ചിത്രം ഇവിടെ ആയിട്ട് നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് മെഷീൻ യൂസ്ഡ് ഫോർ കൗണ്ടിങ് ആൻഡ് കാൽക്കുലേറ്റിംഗ് അബാക്കസ്. ഈ മാത്തമാറ്റിക്സുമായിട്ട് റിലേറ്റഡ് ആണ് ഈ കമ്പ്യൂട്ടേഴ്സും ബാക്കി ഡിവൈസസ് എല്ലാം. അപ്പം ഫസ്റ്റ് മെഷീൻ യൂസ്ഡ് ഫോർ കൗണ്ടിങ് ആൻഡ് കാൽക്കുലേറ്റിംഗ് ഈസ് നോൺ ആസ് അബാക്കസ്. അബാക്കസിന് ഇംഗ്ലീഷിൽ അബാക്കസ് അല്ലാതെ ഈ ചൈനയിലും ജപ്പാനിലും റഷ്യയിലും വേറെ വേറെ നാമങ്ങളാണ് ഉച്ചരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ചൈനയിൽ അബാക്കസിന് സുവാൻ പാൻ എന്നായിരുന്നു. ജപ്പാനിൽ അബാക്കസിന് സൊറോബാൻ എന്നായിരുന്നു. അബാക്കസിനെ അവിടെ ഉച്ചരിച്ചുകൊണ്ടിരുന്നത് സൊറോബാൻ എന്നായിരുന്നു. ഫസ്റ്റ് കാൽക്കുലേറ്റിംഗ് ഡിവൈസ് വാസ് ഇൻവെൻറ്റഡ് ഇൻ ചൈന. ചൈനയിൽ ഇൻവെൻറ്റ് ചെയ്തതാണ് ഈ അബാക്കസ്. അപ്പോൾ ആദ്യമായിട്ടുള്ള ഫസ്റ്റ് കാൽക്കുലേറ്റിംഗ് ഡിവൈസ് ചൈനയിലാണ്. അപ്പം കൗണ്ടിങ്ങിനും കാൽക്കുലേഷനും വേണ്ടിയാണ് ഈ അബാക്കസ് ഇൻവെൻറ്റ് ചെയ്തത്. അതൊന്ന് ഓർത്തു വെക്കുക. അപ്പോൾ കാൽക്കുലേറ്റിംഗ് ടൂൾ നേപ്പിയേഴ്സ് ബോൺ. അപ്പോൾ ഈ ശാസ്ത്രജ്ഞന്മാരുടെയും അവർ കണ്ടുപിടിച്ചിട്ടുള്ള ഇൻവെൻഷൻസിൻ്റെയും പേരിനെല്ലാം റിലേഷൻ ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ്
അപ്പോൾ കാൽക്കുലേറ്റിംഗ് ടൂൾ നേപ്പിയേഴ്സ് ബോൺ വാസ് ഡെവലപ്ഡ് ബൈ ജോൺ നേപ്പിയർ. ഇതാണ് ജോൺ നേപ്പിയറിൻ്റെ ഒരു ചിത്രം. ജോൺ നേപ്പിയർ ആണ് നേപ്പിയേഴ്സ് ബോൺ നിർമ്മിച്ചത്. ഈ നേപ്പിയേഴ്സ് ബോണിൽ കൂടെ കാൽക്കുലേഷൻ കുറച്ചുകൂടി എളുപ്പമായ രീതിയിലായിരുന്നു നമുക്ക് ചെയ്യാൻ സാധിച്ചുകൊണ്ടിരുന്നത്. അബാക്കസിൻ്റെ സെക്കൻഡ് ജനറേഷൻ ആയിട്ടാണ് ഈ നേപ്പിയേഴ്സ് ബോൺ കണക്കാക്കപ്പെടുന്നത്. അടുത്തതായിട്ടാണ് ഫസ്റ്റ് മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ. നേരത്തെ ജനറേഷനിനകത്തെല്ലാം മാനുവലായിട്ടുള്ള കാൽക്കുലേറ്റിംഗ് മെത്തേഡ്സ് ആയിരുന്നു ആ ഡിവൈസ് വെച്ച്. അപ്പോൾ പാസ്കലൈൻ ഈ പാസ്കലൈൻ വന്നതോടെ മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റേഴ്സ് ആയിരുന്നു. അത് ഓട്ടോമാറ്റിക് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പേരാണ് ഫസ്റ്റ് മെക്കാനിക് ആൻഡ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ ആണ് പാസ്കലിൻ. പാസ്കലിൻ്റെ ചെറിയൊരു ചിത്രം ഇവിടെ ആയിട്ട് നൽകിയിട്ടുണ്ട്. The person who invented Pascaline is known as Blaise Pascal. Blaise Pascal ആണ് ഈ പാസ്കലൈൻ നിർമ്മിച്ചത്. അപ്പോൾ ഈ പാസ്കലൈൻ ഈ രണ്ട് ഡിവൈസിനും അത് നിർമ്മിച്ച ആളിനും ബന്ധമുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ക്ലിക്ക് ആവുന്നതാണ്. ബ്ലെയ്സ് പാസ്കൽ ആണ് പാസ്കലൈൻ കണ്ടുപിടിച്ചത്. ഇൻവെന്റർ ഓഫ് ലിബ്നിസ് കാൽക്കുലേറ്റർ ഗോട്ട്ഫ്രൈഡ് ലിബ്നിസ്. അടുത്തതായി പറയുന്നത് ദ മെഷീൻ വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റെപ്പ് റെക്നോർ. അപ്പം ഈ ലെബ്നിസ് കാൽക്കുലേറ്ററിനെ തന്നെയാണ് സ്റ്റെപ്പ് ലെക്നോർ എന്ന് അറിയപ്പെടുന്നത്. അപ്പം മെഷീൻ വിച്ച് ഈസ് നോൺ ആസ് സ്റ്റെപ്പ് റെക്നോർ ഈസ് നോൺ ആസ് ലെബ്നിസ് കാൽക്കുലേറ്റർ. The weaving machine that was controlled by punching cards is Jacquard loom. അപ്പം വീവിങ് മെഷീൻസ് ദാറ്റ് വാസ് കൺട്രോൾഡ് ബൈ പഞ്ചിങ് കാർഡ്സ്. അപ്പോൾ ഈ ഇത് ഓർത്തു വെക്കണം. ഈ പ്രിൻ്റർ 1950 മുതലാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ 1950 മുന്നേ പ്രിൻ്ററിനെ വിളിച്ചുകൊണ്ടിരുന്ന പേരാണ് പഞ്ച് കാർഡ്സ്. അപ്പോൾ പഞ്ചിങ്ങായിട്ട് ഇത് ഇങ്ക് സ്പ്രെഡ് ചെയ്തിട്ട് അത് പഞ്ച് ചെയ്യുമായിരുന്നു പേപ്പറിലോട്ട്. ഈ ഇമ്പാക്ട് പ്രിൻറ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ്. അത് വേറൊരു വീഡിയോയിൽ പ്രിൻ്ററിനെ പറ്റിയും ഔട്ട്പുട്ട് ഡിവൈസിനെ പറ്റി സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ വരുന്നതാണ്. അപ്പോൾ ദ വീവിങ് മെഷീൻ ദാറ്റ് വാസ് കൺട്രോൾഡ് ബൈ പഞ്ചിങ് കാർഡ് ഈസ് ജാക്വാർഡ് ലൂം. ദ ജാക്വാർഡ് ലൂം വാസ് ഇൻവെൻറ്റഡ് ബൈ ജോസഫ് മേരി ജാക്വാർഡ്. അപ്പം ജാക്വാർഡ്സ് ലൂം, അപ്പം ഈ പേരുമായിട്ട് ബന്ധമുണ്ട്. ജോസഫ് മേരി ജാക്വാർഡ് ആണ് ജാക്വാർഡ്സ് ലൂം ഇൻവെൻറ്റ് ചെയ്തത്. അപ്പോൾ ഓർത്ത് വെക്കുക, ജാക്വാർഡ്സ് ലൂം ഇൻവെൻറ്റ് ചെയ്തത് ജോസഫ് മേരി ജാക്വാർഡ് ആണ്. ദ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഇതാണ് ഇനി കമ്പ്യൂട്ടറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിന് കുറച്ച് ഡിവിഷൻസ് ഉണ്ട്. ഇപ്പോൾ കറൻറ്റ്ലി യൂസ് ചെയ്യുന്ന നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ജനറേഷൻ അത് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ആണ്. അതിന് PC എന്ന് പറയുന്നത്. പിന്നെ പോർട്ടബിൾ കമ്പ്യൂട്ടേഴ്സ് അതാണ് നമ്മുടെ ലാപ്ടോപ്പ് വിഭാഗങ്ങളിൽ വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. മൈക്രോ കമ്പ്യൂട്ടേഴ്സ്. മൈക്രോ കമ്പ്യൂട്ടേഴ്സ് ആർ മെയിൻലി യൂസ്ഡ് ഫോർ പേഴ്സണൽ യൂസിങ് ലൈക്ക് വേർഡ് പ്രോസസ്സിംഗ്. അപ്പം പഴയകാലത്തെ ടൈപ്പ് റൈറ്ററിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഈ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് വന്നത്. ഇപ്പോൾ നമ്മൾ കറൻറ്റ്ലി വീട്ടിൽ യൂസ് ചെയ്യുന്ന PC ഈ മൈക്രോ കമ്പ്യൂട്ടേഴ്സിൻ്റെ എവല്യൂഷനാണ്. അപ്പോൾ ദ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് ആർ മെയിൻലി യൂസ്ഡ് ഫോർ പേഴ്സണൽ യൂസ് ആൻഡ് വേർഡ് പ്രോസസ്സിംഗ്. വേർഡ് ടൈപ്പിങ്ങിനും വേർഡ് പ്രോസസ്സിങ്ങിനും വേണ്ടിയാണ് ഈ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് ആ കാര്യങ്ങളിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. Microcomputer systems are generally used in those applications where there are lot of interaction between computer and their user required. ഈ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് യൂസറായിട്ടും ആപ്ലിക്കേഷനുമായിട്ട് ഡയറക്റ്റ് ലിങ്ക് വരുന്ന ആപ്ലിക്കേഷൻസിന് മാത്രമാണ് ഈ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കറൻറ്റ്ലി ആളുകൾ യൂസ് ചെയ്യുന്ന വേർഡ്. അപ്പോൾ നമ്മുടെ ഒരു ഇൻഫർമേഷൻ ആ വേർഡിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയാണ് ഈ കമ്പ്യൂട്ടർ മുഖേനയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അതാണ് മൈക്രോ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അടുത്തതായി വരുന്നതാണ് മിനി കമ്പ്യൂട്ടേഴ്സ്. ഈ മിനി കമ്പ്യൂട്ടേഴ്സ് മൈക്രോ കമ്പ്യൂട്ടേഴ്സിൻ്റെ ബിഗർ സൈസാണ്. ഇതെന്ന് വെച്ചാൽ കൂടുതൽ പ്രോസസ്സിംഗ് കപ്പാസിബിലിറ്റിയും കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് ഈ മിനി കമ്പ്യൂട്ടേഴ്സ്. Mini computers are slightly bigger in size, memory and speed when compared to the microcomputers. ഈ മൈക്രോ കമ്പ്യൂട്ടേഴ്സിനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെർഫോമൻസിലും ഇൻക്രീസ് ഉണ്ട്. അപ്പോൾ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വേർഡ് പ്രോസസ്സിങ്ങിന് വേണ്ടിയായിരുന്നു. പക്ഷേ ഇത് വേറെ രീതിയിലുള്ള ആപ്ലിക്കേഷൻ ലെവൽ വരെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് മിനി കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ മൈക്രോ കമ്പ്യൂട്ടേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വ്യത്യാസം ചോദിച്ചാൽ സൈസും വ്യത്യാസമുണ്ട്, സ്പീഡും വ്യത്യാസമുണ്ട്. Mini computers can handle bigger programs and a larger number compared to the micro computers. ഈ ബൈനറി ഡിജിറ്റ്സ് ആണ് എല്ലാ ആപ്ലിക്കേഷൻ്റെയും ബേസ് ആയിട്ട് വരുന്നത്. ഈ ബൈനറി ഡിജിറ്റ്സ് പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി മിനി കമ്പ്യൂട്ടേഴ്സിന് കൂടുതലായിരുന്നു. മൈക്രോ കമ്പ്യൂട്ടേഴ്സ് നോർമലി ലെസ് പവർ എഫിഷ്യൻസിയിലാണ് ഈ
വേർഡ് എല്ലാം പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ മിനി കമ്പ്യൂട്ടേഴ്സിന് അതിലും വേഗത്തിൽ ഈ വേർഡ്സ് എല്ലാം പ്രോസസ്സ് ചെയ്ത് എൻ്റർ ചെയ്യാൻ സാധിക്കുമായിരുന്നു. The major difference that is some mini computers are multi-user system. ഇപ്പോൾ വീട്ടിൽ പല വ്യക്തികളുണ്ടെങ്കിൽ ഈ പലർക്കും പലതായുള്ള കമ്പ്യൂട്ടർ ചില വീടുകളിൽ ഉണ്ടായിരിക്കും. പക്ഷേ പഴയ കാലങ്ങളിൽ സാധിക്കാത്തത് കൊണ്ട് ഈ മിനി കമ്പ്യൂട്ടേഴ്സിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള യൂസർ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഒരു യൂസർ യൂസ് ചെയ്യുന്നത് വേറൊരു യൂസറിന് യൂസ് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ ആക്സസ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ എൻ്റെ ബ്രദറിന് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം എൻ്റെ പാസ്വേഡും എൻ്റെ യൂസർ ആക്സസുമാണ് ഇതിനായിട്ടുള്ളത്. അപ്പോൾ അടുത്തതായിട്ടുള്ളത് മൾട്ടി യൂസർ സിസ്റ്റം. അപ്പോൾ മൾട്ടി യൂസർ സിസ്റ്റം മീൻസ് മോർ ദാൻ വൺ യൂസർ ക്യാൻ വർക്ക് ഓൺ ദ കമ്പ്യൂട്ടർ സിസ്റ്റം അറ്റ് സെയിം ടൈം. അപ്പം സെയിം ടൈമിൽ ഈ കമ്പ്യൂട്ടറിനകത്ത് ഇപ്പോൾ എൻ്റെ ഡേറ്റ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു പേഴ്സൻ്റെ ഡേറ്റ ഇതിനകത്ത് വേറൊരു യൂസർ നെയിമിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഈ കമ്പ്യൂട്ടർ മെയിൻലി യൂസ് ചെയ്തിട്ടുള്ളത് ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെയും സയൻറ്റിഫിക് പർപ്പസിന് വേണ്ടിയുമാണ്. സയൻറ്റിഫിക് റിസർച്ച്, ഇപ്പോൾ സ്മോൾ സ്കെയിൽ ബിസിനസ് ആണെങ്കിലും ലാർജ് സ്കെയിൽ ബിസിനസ് ആണെങ്കിലും എല്ലാ ബിസിനസ്മാൻസിൻ്റെയും ഒരു കമ്പ്യൂട്ടർ മിനിമമായിട്ടുണ്ടായിരിക്കും. കാരണം അവരുടെ പേഴ്സണൽ ഡേറ്റാസ്, പേഴ്സണൽ ഫയൽസ് എല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടി കൂടെയാണ് ഈ മിനി കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ടുള്ളതാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. ഈ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സിന് വേറൊരു എക്സാമ്പിളാണ് ഈ സെർവേഴ്സ്. ഇപ്പോൾ എക്സാമ്പിളിന് വേണ്ടി ഫേസ്ബുക്കിനൊരു സെർവറുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡേറ്റ നമ്മുടെ ഫോണിലല്ല ഈ ഫേസ്ബുക്കിൻ്റെ എല്ലാം സ്റ്റോർ ആവുന്നത്. ഈ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ്, വീഡിയോസ് എല്ലാം ഫേസ്ബുക്കിൻ്റെ സെർവറിൽ ഫേസ്ബുക്കിൻ്റെ ക്ലൗഡിനാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഈ ക്ലൗഡ് എന്ന് കേൾക്കുമ്പോൾ ബാക്കി എല്ലാവരും വലിയൊരു കൺഫ്യൂഷൻ അടിക്കുന്ന സംഭവമാണ്. ബട്ട് ഇത് ജസ്റ്റ് ഒരു നെറ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റമാണ് ഈ ക്ലൗഡ് സിസ്റ്റം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ. ഈ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ നമ്മളൊരു അലമാരിയുടെ അത്രയും വലുപ്പവും എല്ലാം ഉണ്ടായിരിക്കും. അപ്പം അതിന് ഭയങ്കരമായിട്ടുള്ള മെമ്മറി കപ്പാസിറ്റിയും ലാർജർ എമൗണ്ട് ഓഫ് ഡേറ്റ ദാൻ മിനി കമ്പ്യൂട്ടേഴ്സും. അപ്പോൾ അതിന് ഭയങ്കരമായിട്ടുള്ള ഡേറ്റ അപ്ഗ്രേഡബിലിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ ഡേറ്റ എത്ര വേണമെങ്കിലും സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റിയും മിനി കമ്പ്യൂട്ടറിനേക്കാളും പ്രോസസ്സിംഗ് സ്പീഡുമാണ് ഈ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സിനുള്ളത്. അപ്പോൾ അത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ബാങ്ക്സിൽ, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സെട്രാസിനാണ്. ബാങ്കിലും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനിലുമാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പം മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിൻ്റെ മിനി കമ്പ്യൂട്ടറിന് ഇതിനുള്ള വ്യത്യാസം ബിഗർ സൈസാണ്, അതിന് വാസ്റ്റ് മെമ്മറി ഓഫ് എമൗണ്ട് ഉണ്ട്, എന്നിട്ട് ലാർജ് ആൻഡ് ക്യാൻ ഹാൻഡിൽ ലാർജർ എമൗണ്ട് ഓഫ് ഡേറ്റ ദാൻ ദ മിനി കമ്പ്യൂട്ടേഴ്സ്. അടുത്തതായി വരുന്നത് പോർട്ടബിൾ കമ്പ്യൂട്ടേഴ്സ്. ഈ ലാപ്ടോപ്സ് നമ്മൾ മെയിൻലി ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നതാണ്. അതാണ് ഈ പോർട്ടബിൾ കമ്പ്യൂട്ടർ. അപ്പോൾ ഈ നമ്മുടെ കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന സ്മോൾ സൈസ്, വെയിറ്റ് കുറഞ്ഞതാണ് ഈ പോർട്ടബിൾ കമ്പ്യൂട്ടേഴ്സ്. മറ്റേ കമ്പ്യൂട്ടർ ഒരു സ്ഥലത്ത് തന്നെ ഫിക്സ്ഡ് ആയിട്ട് ഭയങ്കര ഹെവി ആയിട്ടുള്ളതാണെങ്കിൽ ഈ പോർട്ടബിൾ കമ്പ്യൂട്ടേഴ്സിന് ലൈറ്റ് വെയിറ്റും എവിടെ വേണമെങ്കിലും ഹാൻഡിൽ ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റുന്ന രീതിയിലാണ്. പക്ഷേ മൈക്രോ കമ്പ്യൂട്ടേഴ്സിനെക്കാളിലും മിനി കമ്പ്യൂട്ടേഴ്സിനെക്കാളിലും ഉള്ള വ്യത്യാസം പോർട്ടബിൾ കമ്പ്യൂട്ടേഴ്സിന് കുറച്ചുകൂടെ ഹൈ കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് തന്നെയാണ് ദ കമ്പ്യൂട്ടർ വിച്ച് ക്യാൻ ബി ക്യാരിഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഈസ് നോൺ ആസ് പോർട്ടബിൾ കമ്പ്യൂട്ടർ. പോർട്ടബിൾ എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ളതാണെന്ന് വെച്ചാൽ ഇപ്പോൾ പോർട്ടബിലിറ്റി. ഇപ്പോൾ നമ്മൾ പോർട്ടബിലിറ്റി എന്ന് പറയുമ്പോൾ ഈ USB പോർട്സ് ഒക്കെ അതാണ് പോർട്ടബിലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് എവിടെ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് പോർട്ടബിലിറ്റി. അപ്പോൾ എക്സാമ്പിളായിട്ടുള്ളത് ലാപ്ടോപ്പ്, നോട്ട്ബുക്ക്, PDF, പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻറ്റ്. നമ്മൾ ഈ ഡിജിറ്റൽ അസിസ്റ്റൻസ് എല്ലാം യൂസ് ചെയ്യുന്നത്. ആദ്യമായി കണ്ടുപിടിച്ച പോർട്ടബിൾ മൈക്രോ കമ്പ്യൂട്ടറാണ് ഓസ്ബോൺ 1. ഇതാണ് ഓസ്ബോൺ 1. അപ്പോൾ ഈ ഓസ്ബോൺ 1 ഒന്ന് ഓർത്ത് വെക്കുക. ആദ്യമായിട്ടുള്ള പോർട്ടബിൾ മൈക്രോ കമ്പ്യൂട്ടറാണ് ഓസ്ബോൺ 1. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷിംഗ് യു ആൻഡ് യുവർ ഫാമിലി എ ന്യൂ ഇയർ.